മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമ പഞ്ചാബി ഹൗസിനെ ഓർമ്മിപ്പിക്കുന്ന തിരക്കഥ. പക്ഷേ സംഭവം സിനിമയല്ല, എ റിയൽ ലൈഫ് സ്റ്റോറി. പേര് ഗുഹാനി സിറാജ് അഹമ്മദ് ഭായ്. കടം മൂക്കുമുട്ടയെത്തിയപ്പോൾ ഭായ് ഒരു അറ്റകൈ പ്രയോഗിച്ചു. ഭാരതപ്പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് ബന്ധുക്കൾക്ക് സന്ദേശമയച്ചു. ഇതോടെ അഗ്നിരക്ഷാസേനയും പോലീസും മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ ഭാരതപ്പുഴയിൽ ഇറങ്ങി തിരച്ചിലോട് തിരച്ചിൽ. ഭായിയുടെ പൊടി പോലും കണ്ടെത്തിയില്ല. എന്നാൽ പോലീസ് അങ്ങനെ വിടാൻ കൂട്ടാക്കിയില്ല. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ഷൊർണൂർ പോലീസിന്റെ ഒരു അന്വേഷണം ചെന്നെത്തിയത് ബംഗളൂരുവിൽ. റബ്ബർ ബാൻഡ് നിർമ്മാണമാണ് ഗുഹാനി സിറാജ് അഹമ്മദ് ഭായിയുടെ ബിസിനസ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും മൊത്തമായി റബ്ബർ എടുത്ത് ഉൽപ്പാദനം. കഴിഞ്ഞ മാസവും പതിവ് പോലെ സിറാജ് അഹമ്മദ് കച്ചവട ആവശ്യത്തിനായി കേരളത്തിലേക്ക് വന്നു. കച്ചവടം ഉറപ്പിച്ചുവെങ്കിലും 1/2 കോടി രൂപയുടെ കടബാധ്യതയുള്ളതിനാൽ രൊക്കം പണമെടുത്ത് റബ്ബർ വാങ്ങാൻ കഴിയാതെ വന്നു. കടം വാങ്ങിയതിന്റെ അവധിയും കഴിഞ്ഞതോടെ നാട്ടിലേക്ക് മടങ്ങാനും പറ്റാതായി. പിന്നെ നേരെ പോയത് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി പാലത്തിന്റെ മുകളിലേക്ക്. കടബാധ്യത കാരണം പുഴയിലേക്ക് ചാടി മരിക്കുന്നുവെന്ന് ഭാര്യയ്ക്ക് ഫോട്ടോ സഹിതം വാട്സപ്പ് സന്ദേശം അയച്ചു. പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. പോലീസ് പിടികൂടിയതോടെ പൊട്ടിക്കരഞ്ഞ് സങ്കടങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. കടം വാങ്ങിയവരെ അഭിമുഖീകരിക്കാനുള്ള വിഷമമാണ് വ്യാജ മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു ഭായിയുടെ കുറ്റസമ്മതം. ഒറ്റപ്പാലത്തെത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയ ശേഷം സിറാജ് അഹമ്മദ് ഭായിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. കൊള്ളാം. സിനിമാ കഥയെ വെല്ലുന്നൊരു കഥ തന്നെ ഉണ്ടാക്കി. പക്ഷെ എന്ത് ചെയ്യാനുള്ളല്ലേ, ചിലപ്പോൾ മനുഷ്യ ജീവിതങ്ങളൊക്കെ ഇങ്ങനെയാണ്. ചില സമയത്ത് മനുഷ്യനങ്ങ് നിസ്സഹായനാಗಿ പോകും. ഇപ്പോൾ വേറെ നാട്ടിൽ നിന്ന് ഇവിടെ ജോലി ചെയ്യുന്നത് തന്നെ സമ്പാദിക്കാനും കുടുംബത്തെ നന്നായി നോക്കാനും സന്തോഷത്തോടെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കില്ലേ. പക്ഷെ എന്ത് ചെയ്യാനാണ്, കടബാധ്യത കൂടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. അതിനൊരു ധൈര്യവും ഇല്ലാതെ വന്നപ്പോഴായിരിക്കും ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. പക്ഷെ എടുത്തു പറയട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്ത് പ്രശ്നമുണ്ടായാലും അതിനെ അങ്ങ് പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സോൾവ് ചെയ്യാം. അല്ലാതെ ആത്മഹത്യയിലേക്ക് നീങ്ങുകയല്ല വേണ്ടത്. രഞ്ജിഷ രാമകൃഷ്ണൻ ചേരുന്നുണ്ട് തത്സമയം. രഞ്ജിഷ, കേരള പോലീസിന്റെ മുൻപിൽ എന്ത് അല്ലറ ചില്ലറ തട്ടിപ്പ് പരിപാടികളൊന്നും അങ്ങനെ വില പോകില്ല. 3 ദിവസം തെരച്ചിൽ നടത്തി കാണാതായപ്പോൾ ബംഗളൂരു വരെ ചെന്ന് ആളെ അങ്ങ് പൊക്കിയല്ലേ? അതെ ഹിമ, കേരള പോലീസിന്റെ തക്കതായ ഇടപെടൽ മൂലം ഗുഹാനി ഭായിയെ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം ബന്ധുക്കൾക്കൊപ്പം വിടുകയും ചെയ്തു. ഏതൊരു മനുഷ്യൻ്റെയും കടം വന്ന് അത് വീട്ടാൻ കഴിയാതെ പോയ ഏതൊരു മനുഷ്യൻ്റെയും നിസ്സഹായാവസ്ഥ ആയി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. ഗുഹാനി ഭായിക്ക് റബ്ബർ ബാൻഡ് കച്ചവടമാണ്. അദ്ദേഹം പല സംസ്ഥാനങ്ങളിലും വന്ന് റബ്ബർ വാങ്ങി കച്ചവടം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം കേരളത്തിലും എത്തിയതായിരുന്നു, റബ്ബർ വാങ്ങാനായി കേരളത്തിലെത്തിയതായിരുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിന് പല കടബാധ്യതകളും ഉണ്ടായിരുന്നു. അതുമൂലം കച്ചവടം ഉറപ്പിച്ചെങ്കിലും പണം നൽകാൻ കഴിയാതെ വരുന്നു. ഇതോടുകൂടി അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിലേക്കും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം അവിടെ കടം വാങ്ങിയവരെല്ലാം ചോദിച്ചു വരും, ഈ കടം വാങ്ങിയതിൻ്റെ പണം തിരിച്ചടയ്ക്കാനുള്ള അവധിയെല്ലാം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്കും പോകാൻ കഴിഞ്ഞില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കച്ചവടം ഉറപ്പിച്ചെങ്കിലും അത് വാങ്ങാനും കഴിഞ്ഞില്ല. അത്തരത്തിൽ ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്തരത്തിലൊരു വ്യാജ മരണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത്തരത്തിലൊരു ചിന്തയൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാണ് സ്വന്തം ഐഡൻറ്റിറ്റി എല്ലാം മറച്ചു വെച്ച് ഒരു സ്ഥലത്ത് മാറി നിൽക്കാൻ ആഗ്രഹിക്കുക, സ്വന്തം കുടുംബത്തെയും മക്കളെയും എല്ലാം വിട്ട്? അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്ത വന്നത്. തുടർന്ന് അദ്ദേഹം ഭാരതപ്പുഴയിലേക്ക് പോകുന്നു. അവിടെ എത്തിയ ഭാര്യയ്ക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ സഹിതം സന്ദേശം അയക്കുന്നു, താൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണെന്ന്. തുടർന്ന് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. പിന്നാലെ പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തി ഈ പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ്. തിരച്ചിൽ നടത്തി ഒടുവിൽ ബംഗളൂരു വരെ ചെന്ന് അന്വേഷിച്ച ആളെ കണ്ടുപിടിച്ചു. നമ്മളിതിനെ പഞ്ചാബി ഹൗസ് മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. പഞ്ചാബി ഹൗസിലെ ഉണ്ണി അങ്ങനെ നിസ്സഹായനായി നിൽക്കുന്നതും ആത്മഹത്യയിലേക്ക് നീങ്ങുന്നതും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് വേറൊരു വഴി സ്വീകരിച്ചു. വീണ്ടും എടുത്തു പറയട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. എന്ത് പ്രശ്നം വന്നാലും സധൈര്യം അതിനെ അഭിമുഖീകരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.